ജനറ്റിക്സ് ഉണ്ടാവണമെങ്കിൽ, നല്ല രക്തം ഉണ്ടാവണമെങ്കിൽ എന്താണ് വേണ്ടത്? നല്ല ഭക്ഷണം അല്ലേ? അടുത്ത 10 വർഷം 20 വർഷത്തിൽ എന്താണ് അതിശയം എന്ന് വെച്ചാൽ, ഒരു പ്രഗ്നൻ്റായ പെൺകുട്ടിയെ കാണുക എന്നുള്ളതൊരു വലിയ അതിശയമായി കാണും. കാരണം ഇപ്പം തന്നെ താങ്കൾ നോക്കിയാൽ കുഞ്ഞ് വേണ്ടേ? അതെ, ഇൻഫെർട്ടിലിറ്റിക്ക് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണോ? 25 കൊല്ലം മുമ്പ് എവിടെങ്കിലും ഇങ്ങനൊരു പരസ്യം താങ്കൾ കണ്ടിരുന്നോ? ഇല്ല. ഇൻഫെർട്ടിലിറ്റി ഇല്ലായിരുന്നു എന്നുള്ളതല്ല, താങ്കളുടെ 10 നെയ്ബർഹുഡ് എടുത്താൽ അതിൽ വളരെ അപൂർവമായിരിക്കും കുട്ടിയില്ലാത്തൊരു ഫാമിലിയെ നമ്മൾ കാണുക. അതെ. ഇന്ന് വലിയ പരസ്യം അത് കൊടുക്കണമെങ്കിൽ ജനങ്ങളുടെ ഇൻഫെർട്ടിലിറ്റി എന്തുമാത്രം കൂടി എന്നുള്ളതാണ്. അതിൻ്റെ ബേസ് ഫുഡ്. അന്നം പരബ്രഹ്മം അല്ലേ? അന്നം മഹാശജ്യം. നമ്മൾ ഉപനിഷത്തുകളായാലും നമ്മൾ ഭഗവത്ഗീതയായാലും നമ്മൾ ഗ്രന്ഥങ്ങളായാലും അടിസ്ഥാനപരമായി നമുക്ക് ഫാസ്റ്റിങ്, ഫുഡ് എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, പുലർച്ചെ എന്ത് കഴിക്കണം, സൂര്യ അസ്തമയത്തിന് ശേഷം എന്ത് കഴിക്കണം എന്ന് പുരാണങ്ങളിൽ വരെ പറഞ്ഞിട്ടുണ്ട്. അതാണ് രാജസിക്, താമസിക്, സാത്വിക് ഫുഡ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പബ്ലിക്കായിട്ട് പറയുകയാണ് അജിനോമോട്ടോ ഒരു കേടുമില്ലാന്ന്. ശരി, പബ്ലിക്കായിട്ട് ഡോക്ടർ പറയാണ്. ഞാൻ ചോദിക്കുകയാണ്, യു ക്യാൻ ഓൾസോ റെഫർ, അജിനോമോട്ടോ കേടുണ്ടെന്നോ കേടില്ല എന്നുള്ളതല്ല, താങ്കൾക്ക് കഴിക്കാനുള്ള ത്വര കൂട്ടുക എന്ന് പറയുക. കാരണം ബ്രെയിനിന് ഒരു ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ട്, ഇത്രയും മതി എന്നുള്ള ആ മെക്കാനിസത്തിനെ ചീറ്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അജിനോമോട്ടോ. യു ക്യാൻ ഡു യുവർ റിസർച്ച്. ഫുഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഡിവൈനാണ്. എനിക്ക് ബ്രദറിനെ എന്തും തീറ്റിക്കാം, എനിക്ക് ഈ പറയുന്ന എല്ലാം കുക്ക് ചെയ്യാനും, അല്ലെങ്കിൽ അതൊക്കെ ഹയർ ചെയ്ത ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച്, എനിക്കൊരു വലിയ ബ്രാൻഡായിട്ട് കാണിച്ച് കുറേ ആൾക്കാരെ കൊണ്ട് ഇൻവെസ്റ്റൊക്കെ ചെയ്യിപ്പിച്ച് വലിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഇടിയിക്കാം. ദെൻ വാട്ട്? സോ ബേസിക്കലി നമുക്കൊരു ട്രഡീഷനുണ്ട്, നമുക്കൊരു കൾച്ചറുണ്ട്. ഇത് നിലനിൽക്കണമെങ്കിൽ നമ്മളുടെ സംസ്കാരം റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തതുമായിട്ടുള്ള ഫുഡ് നമ്മൾ ഷോക്കേസ് ചെയ്യണം.